ഹായ് കുട്ടികളെ, ഇന്നൊരു കുട്ടിയൊരു കാര്യം ചോദിച്ചിരുന്നു. സ്പീഡ് അടിക്കുമ്പോഴത്തേക്ക് ഹെഡിങ് വന്നിട്ട് ഇവിടെ അല്ലേ ഇത് എത്ര സ്പേസ് ആണെന്ന് ചോദിച്ചു. ഇവിടെ നമുക്ക് 3 സ്പേസ് ഇടാം. കാരണം അല്ലെങ്കിൽ ഇത് സ്പീഡിൻ്റെ ഈ സെൻറ്റൻസും ഹെഡിങ്ങും ആയിട്ട് അടുത്ത് പോകും. അതുകൊണ്ട് അവിടെ 3 സ്പേസ് കൊടുക്കാം. പിന്നെ ഈ പാരഗ്രാഫ് തിരിക്കുന്നതിൻ്റെ അവിടെ ഒന്നും കൂട്ടണ്ട. ഇവിടെ അത് സ്പീഡിൽ വരുന്ന ഓരോ മാറ്റങ്ങളാണ്. അത് ഒരു സ്പീഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ തോന്നും ഇവിടെ 3 സ്പേസ് കിടക്കുന്നു എന്ന് തോന്നുന്നതാണ്. അവിടെയെങ്കിലും ഒന്നും ചെയ്യേണ്ട, 2 സ്പേസ് മൊത്തത്തിൽ സ്പീഡിൽ ഫുള്ളും 2 സ്പേസാണ്. അതിലൊന്നും മാറ്റമില്ല. പിന്നെ ഹെഡിങ്ങിൻ്റെ അവിടെ മാത്രം 3 സ്പേസ് ഇടാം. ബാക്കി ഇവിടെ അറിയാമല്ലോ, പാരഗ്രാഫ് തുടങ്ങുമ്പോഴത്തേക്ക് 5 സ്പേസ് തട്ടിയിട്ട്, സ്പേസ് ബാർ 5 പ്രാവശ്യം തട്ടിയിട്ടാണ് നമുക്ക് പാരഗ്രാഫ് തുടങ്ങേണ്ടത്. അതുപോലെ ഇവിടെ പാരഗ്രാഫ് വരുമ്പോൾ ഇവിടെ ഒത്തിരി വീതി കൂടുതൽ കാണുന്നത് കൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് സംശയം വന്നത്. ഒന്നും ചെയ്യേണ്ട, അടുത്ത ലൈനങ്ങ് പിടിച്ച് പോകണം. 5 സ്പേസ് തട്ടി അടുത്ത ലൈനങ്ങ് പൊയ്ക്കോളണം. അല്ലാതെ അവിടെ 3 സ്പേസ് 4 സ്പേസൊന്നും ഇട്ടേക്കരുത്, അത് തെറ്റാണ്. നമ്മൾ ഇവിടെ എടുത്ത അതേ 2 സ്പേസ് തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത്. അല്ല 2 പ്രാവശ്യം എടുത്ത് നിങ്ങൾ ലൈൻ കൊടുക്കരുത്. ലൈൻ സ്പേസ് 2 പ്രാവശ്യം എടുക്കരുത്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ, അതും ഇവിടെ 3 സ്പേസ് ഹെഡിങ് കഴിഞ്ഞ് 3 സ്പേസ് കൊടുക്കണം. പിന്നെ ഇവിടെ 5 സ്പേസ് തട്ടിയിട്ട് പാരഗ്രാഫ്, പിന്നെ മൊത്തം 2 സ്പേസാണ്. പിന്നെ ഇവിടെയും പാരഗ്രാഫ് വന്നെന്നും പറഞ്ഞ് അവിടെ ഒരു 3 സ്പേസ് ഒന്നും കൊടുക്കരുത്. അവിടെയും 2 സ്പേസ്. നമ്മൾ ഇവിടെ എടുക്കുന്ന അതേ സ്പേസ് തന്നെയാണ് ഇവിടെ ഫുൾ സ്റ്റോപ്പ് അടിച്ച് ഇതുവരെ തീർന്നില്ലേ, ഫുൾ സ്റ്റോപ്പ് അടിച്ച് അടുത്ത ലൈൻ 5 സ്പേസ് അടിച്ച് പോകണം. അവിടെ നോക്കിക്കൊണ്ടിരിക്കില്ല. അതിപ്പോൾ വേറൊരു ക്വസ്റ്റ്യനും ഇതേപോലെ അതും ഹെഡിങ് അടിച്ച് 3 സ്പേസ് കൊടുക്കുക. ഇവിടെ 5 സ്പേസ് തട്ടിയിട്ട് പാരഗ്രാഫ് കൊടുക്കുക. പിന്നെ ബാക്കി എല്ലാം 2 സ്പേസ് ഉണ്ടായി. ഇവിടെ കണ്ടാൽ തോന്നും ഇവിടെ വീതി കൂടുതലെന്ന്. അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഫുൾ സ്റ്റോപ്പ് വന്നിട്ട് അടുത്ത പാരഗ്രാഫാണ്. അടുത്ത പാരഗ്രാഫ് അതേ സ്പേസിൽ അങ്ങ് പോവുക. 5 സ്പേസ് തട്ടി അതേപോലെ അങ്ങ് പോകണം. അല്ലാതെ ഇവിടെ ഒരു സ്പേസ് അധികം കൊടുക്കരുത്. അത് നമ്മളെ ക്വസ്റ്റ്യനിൽ അങ്ങനെ കിടക്കുന്നതാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കണക്ക് തന്നെ 2 സ്പേസ് മാത്രമേ കൊടുക്കാവൂ. മനസ്സിലായില്ലേ? അല്ലാതെ വേറെ സ്പേസ് സെക്കൻഡ് പേപ്പറിൽ പിന്നെ സ്പേസ് മാറ്റം വരുള്ളൂ. ഇതിൽ പിന്നെ ഒരു സ്പേസ് മാറ്റം വരില്ല. സ്പീഡിൽ ആ 2 സ്പേസ് ഇടണത് തന്നെയാണ്. നമ്മൾ 2 സ്പേസ് ഇട്ടിട്ടല്ലേ സ്പീഡ് തുടങ്ങുള്ളൂ. അതിലൊരു മാറ്റവും ഇല്ല. ഒന്നും ചെയ്യരുത്. 2 സ്പേസ് അതിൽ 2 അടിച്ച് തുടങ്ങണം. ഇവിടെ ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് തമ്പ് വീല് പിടിച്ച് കറക്കിയാൽ മതി 3 സ്പേസിന്. ഇപ്പോൾ 2 സ്പേസ് അങ്ങോട്ട് എടുത്തിട്ട് ഇത് അടിച്ച ഉടനെ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ രീതിക്കൊന്ന് തിരുക്കി കൊടുത്താൽ മതി. 3 സ്പേസ് എന്നും പറഞ്ഞ് 2 സ്പേസ് ഇട്ടെന്ന് വിചാരിച്ച് അവിടെ തെറ്റല്ല. ഹെഡിങ് കഴിഞ്ഞ് 2 സ്പേസ് ഇട്ടാലും തെറ്റില്ല. പക്ഷെ അത് ഒത്തിരി അടുത്ത് പോകും. ഹെഡിങ്ങും ഇതുമായിട്ട് തങ്ങളിൽ അടുത്ത് പോണത് കൊണ്ടാണ് അവിടെ 3 സ്പേസ് ഇടാൻ. 2 സ്പേസ് അതൊരു തെറ്റല്ല, 3 സ്പേസും തെറ്റല്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇടാൻ പറയുന്നത്. അല്ലാതെ ബാക്കി എല്ലാ സ്പീഡിൽ പിന്നെ നിങ്ങൾ ലൈൻ സ്പേസ് ഒന്നും ചെയ്യരുത്. അത് ചെയ്താൽ അത് തെറ്റാണ്. ഒന്നും ചെയ്യരുത്. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ വേറെ എന്തോ സെക്കൻഡ് പേപ്പറൊക്കെ അതിലാണ് സ്പേസുകൾ മാറ്റങ്ങൾ വരുന്നത്. സെക്കൻഡ് പേപ്പറിൽ അതെന്താണെന്ന് പറഞ്ഞുതരാം. ഏതാണ് സംശയമുള്ളത് ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞു തരാം. ഓക്കെ.